കഴിഞ്ഞ മാസം അതായത് നവംബർ 21-നാണ് റഷ്യ ഉക്രൈന് നേരെ ലോകത്തെ ഞെട്ടിച്ച ഒരു മിസൈൽ ആക്രമണം നടത്തിയത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ പ്രയോഗിച്ചതെന്ന് ഉക്രൈൻ ആരോപിച്ചെങ്കിലും അത് റഷ്യയുടെ ഒരു പുതിയ മിസൈൽ പരീക്ഷണമായിരുന്നു. ഒറഷ്നിക് എന്ന് പേരിട്ട റഷ്യയുടെ പുതിയ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഉക്രൈനിൽ അവർ അന്ന് പരീക്ഷിച്ചത്. മിസൈൽ വികസിപ്പിച്ചിട്ട് അതിനെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമായാണ് ഉക്രൈനെ റഷ്യ കണ്ടത്. ഈ മിസൈൽ പ്രയോഗത്തിന് ശേഷം റഷ്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ആണവ പ്രഹരശേഷി വർദ്ധിപ്പിക്കലല്ല, ഒറഷ്നിക് മിസൈലാണ്. കാരണം ഇത്തരം ആധുനിക ആയുധങ്ങൾ ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിന്റെ ആവശ്യകതയെ തന്നെ ഇല്ലാതാക്കും. റഷ്യയുടെ ഈ പ്രസ്താവന തന്നെ ഒറഷ്നിക് മിസൈലിന്റെ പ്രഹരശേഷി വ്യക്തമാക്കുന്നതാണ്. പരമ്പരാഗതമായ സ്ഫോടക പോർമുനകളും ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ള പ്രത്യേക മിസൈലാണ് ഒറഷ്നിക്. നിലവിൽ വിവിധ രാജ്യങ്ങളുടെ പക്കലുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വളരെ ആധുനികമാണ് ഒറഷ്നിക് മിസൈലുകൾ. ശബ്ദത്തിനേക്കാൾ 10 മടങ്ങിലധികമാണ് ഇതിന്റെ വേഗത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്തുള്ള മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ തടയുക അസാധ്യം തന്നെയാണ്. മാത്രമല്ല യൂറോപ്പിന്റെ ഏത് കോണിലും ഒറഷ്നിക്കിന് എത്തിപ്പെടാൻ സാധിക്കും. ഉക്രൈനിൽ ലഭിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം റഷ്യയെയും പുടിനെയും ചെറുതായൊന്നുമല്ല ചൊടിപ്പിച്ചിരുന്നത്. അതിനെല്ലാമുള്ള അവരുടെ ശക്തമായ താക്കീതാണ് ഒറഷ്നിക് എന്ന മിസൈലിലൂടെ റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നു. യൂറോപ്പിൽ ആരും റഷ്യയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ സുരക്ഷിതരല്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് ഇതുവഴി അവർ ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഒറഷ്നിക്കിന് ഒരേ സമയം പരമാവധി 6 പോർമുനകൾ വരെ വഹിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒറ്റ പ്രയോഗത്തിൽ തന്നെ 6 വിവിധ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് ഒറഷ്നിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോർമുനകൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനം മാത്രമല്ല നാശനഷ്ടം ഉണ്ടാക്കുന്നത്, മിസൈലിന്റെ ഗതികോർജവും അതിന്റെ ഒരു ആയുധമാണ്. ഇതിലൂടെ മിസൈൽ ലക്ഷ്യത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്ക് വേവ് തന്നെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. നവംബർ 21-ന് ഉക്രൈനിലെ ഡിനിപ്രോയിലാണ് ഒറഷ്നിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. റിപ്പോർട്ടുകൾ പറയുന്നത് മിസൈലിൽ റഷ്യ സ്ഫോടക വസ്തുക്കൾ ഒന്നും ഘടിപ്പിച്ചിരുന്നില്ല എന്നാണ്. ഇത് ശരിയാണെങ്കിൽ ഒറഷ്നിക് ആക്രമണം ഉക്രൈനിൽ ഉണ്ടാക്കിയ ആഘാതം പരിശോധിച്ചാൽ ആ മിസൈലിന്റെ നശീകരണ ശേഷി വളരെ വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെ ചെറിയ നാശനഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് ഉക്രൈൻ അവകാശപ്പെട്ടത്. പുറത്തു വന്ന ചിത്രങ്ങളിൽ പോർമുനകൾ സ്ഫോടക വസ്തുക്കൾ ഇല്ലാതെ തന്നെയാണ് കാണപ്പെട്ടത്. റഷ്യ തങ്ങളുടെ ശക്തി പ്രകടനമാണ് ഉക്രൈനിൽ നടത്തിയതെന്ന് അതോടെ വ്യക്തമാകുകയും ചെയ്തു. മിസൈൽ പ്രയോഗത്തിന് ശേഷം ക്രെംലിൻ പുറത്തുവിട്ട മുന്നറിയിപ്പിൽ അവർ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കൂടി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാറ്റോയുടെ ഏതെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈൻ വഴി റഷ്യയിൽ എത്തിപ്പെട്ടാൽ ആദ്യം ഇല്ലാതാവുക ഉക്രൈൻ ആയിരിക്കും. പിന്നീട് നാറ്റോയിലെ സഖ്യരാജ്യങ്ങൾക്ക് നേരെയാകും റഷ്യൻ ആക്രമണം. തങ്ങളുടെ പുതിയ നിർമ്മിതിയായ ഒറഷ്നിക്കിനെ റഷ്യ അത്രത്തോളം വിശ്വസിക്കുന്നു എന്നതാണ് സത്യം. ആണവായുധങ്ങളോ മറ്റുള്ള സ്ഫോടക വസ്തുക്കളോ ഇല്ലാതെ തന്നെ നാശം വിതക്കാൻ കേൾപ്പുള്ളതാണ് ഒറഷ്നിക്. തടയാൻ കഴിയാത്ത ഒരു വജ്രായുധമായാണ് റഷ്യ ഇനി ഒറഷ്നിക് മിസൈലിനെ യുദ്ധകളത്തിൽ ഇറക്കാൻ പോകുന്നത്.